ഞങ്ങൾ പണ്ട് ഇതേപോലെ കളിക്കുമ്പോൾ ഞാൻ സൈഡിൽ ഇപ്പം ഞാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങൂലല്ലോ, ഞാൻ സൈഡിൽ ഇരിക്കല്ലോ. അപ്പോൾ ആദ്യം ഇറങ്ങണം, പെട്ടെന്ന് ഔട്ടാവണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാലും നമുക്ക് ബാറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ ചെറിയൊരു പരീക്ഷണങ്ങളൊക്കെ നടത്തി. ടിവിയും സിനിമയും മാത്രമല്ലാതെ ആരോഗ്യത്തിനും ഒന്നുകൂടി ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ സംഘടന ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. Hello everyone. Mimicry Artists Association Premium Cricket League. So Safeguard Entertainmentsനോടൊപ്പം ജോയിൻ ചെയ്യുന്നു കാലിക്കറ്റ് ബ്ലാസ്റ്റേഴ്സ്. And ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the captain of our team is our dearest വിഷ്ണു ഉണ്ണികൃഷ്ണൻ. സേഫ്ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൽ നമ്മുടെ കൂടെ ഉള്ളത് നോബി ചേട്ടനാണ്. സോ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ക്രിക്കറ്റ് ലീഗിൽ ചേട്ടൻ വന്നേക്കാണ്. സോ കാണാനായിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഇതിപ്പോൾ എന്നെ എന്ത് പറയാൻ, ഇപ്പോൾ പണ്ടത്തെ പോലെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് കാണുന്നത് കുറവാണ്. ചിലപ്പോൾ ഇടയ്ക്ക് വല്ല ചാനൽ പരിപാടിക്ക് അല്ലാതെ ഒരുമിച്ചൊരു കൂടിക്കാഴ്ച വർഷത്തിലൊരിക്കലേ ഉള്ളൂ മഴയുടെ. അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കാണാനും, എല്ലാവരും പ്ലേയേഴ്സാണ്, അങ്ങനെ ഒരു രസം, അങ്ങനെ അടിപൊളി. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇനിയിപ്പം എന്താ ചേട്ടൻ്റെ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? 3-4 പടങ്ങൾ ഇറങ്ങാനുണ്ട്, പിന്നെ ഷൂട്ട് നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഇപ്പൊ ഇതില് ചേട്ടന്റെ എല്ലാവരും എന്താ പറയുക കൊളീഗ്സ് ഒക്കെയാണ്. ബട്ട് എന്നാലും മനസ്സിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഇന്ന ആൾക്കാർ ജയിക്കണം എന്ന്, അങ്ങനെ. അപ്പൊ അതില് അതെന്താ തോന്നി? അല്ല, ഇതിപ്പം എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ടീമുകളാണ്. അപ്പൊ ആരൊക്കെയാണ് ഏത് ടീമെന്നോലും എനിക്ക് അറിഞ്ഞുകൂടാ. പല കളറിൽ പല ആൾക്കാർ നിൽക്കുന്നു. അതിപ്പോ ഒരുമിച്ചിരിക്കുമ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആരൊക്കെയാണ് നിൽക്കണമെന്ന് അറിഞ്ഞു. പക്ഷെ എല്ലാം ആര് ജയിച്ചാലും നമ്മുടെ ആൾക്കാർ തന്നെ. പിന്നെ അതുപോലെ പെൺകുട്ടികള്, നമ്മുടെ സ്ത്രീകള് ഈ ഒരു ക്രിക്കറ്റിൽ സാധാരണ ഒന്നില്ലെങ്കിൽ സ്ത്രീകളുടെ സെപ്പറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആണുങ്ങളുടെ സെപ്പറേറ്റ് ആയിരിക്കും. ഇതിപ്പോ ഇവര് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഇവര് സ്റ്റേജിൽ മിമിക്രി ഒരുമിച്ചല്ലേ. അപ്പൊ പിന്നെ ഇത് അങ്ങനെ തന്നെ അല്ലേ. ഒരാളുടെ കൂടെ നടത്തി അതൊന്നും അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. ആരും
അവർക്ക് വേറെ ടീമുണ്ടെങ്കിൽ കാര്യം മിമിക്രി ആർട്ടിസ്റ്റിൽ സ്ത്രീകൾ കുറവാണ്. ഇതിനകത്തൊരു 10 പേരാകണ്ടേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അവരെ വെച്ചൊരു ഒരു ടീം ഇറക്കായിരുന്നല്ലേ അല്ലേ? മനസ്സിലില്ല അങ്ങനെ ഒരു ഇത് എന്നോട് ചോദിക്കണോ? പക്ഷെ ഞാൻ പറയട്ടെ, ഇങ്ങനെ നടത്തിയത് നല്ല രസമല്ലേ? എന്നുവെച്ചാൽ കൊറേ ഒരു 8 ഇതിന്റെ വേറെ സംബന്ധം 6 ഓവറുണ്ട്. ഇത് കൂടിപ്പോയാൽ 3 പേർക്ക് ബാറ്റ് ചെയ്യാൻ പറ്റും, 5 പേർക്ക് എറിയാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് ബിൽഡ് ചെയ്യാനേ പറ്റും. എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ? ഞങ്ങളും പണ്ട് ഇതേപോലെ കളിക്കുമ്പോൾ ഞാൻ സൈഡിൽ ഇപ്പൊ ഞാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങൂലല്ലോ, ഞാൻ സൈഡിൽ ഇരിക്കല്ലോ. അപ്പൊ ആദ്യം ഇറങ്ങണം, പെട്ടെന്ന് ഔട്ടാവണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നാലും നമുക്ക് ബാറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. നമ്മള് ചെറുപ്പത്തിൽ കളിക്കുമ്പോഴേ അതേപോലെ തന്നെ ഇപ്പോഴും. എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക്സ് എ ലോട്ട്. അടിപൊളി. ഓക്കെ. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിൽ നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ബൈജു ജോസ് ആണ്. സോ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗ്? ഇത് എന്താ പറയാ, മിമിക്രിക്കാർ പൊതുവേ ഇത്തിരി ഓവറാണല്ലോ എല്ലാം, എന്നാലല്ലേ മിമിക്രി ആവുള്ളൂ. ഇവിടെയും ഓവർ തന്നെയാണ്. കാരണം ഒരു 6 ഓവറിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അല്ല മാത്രമല്ല, ഇത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം നമ്മൾ സ്റ്റേജും ടിവിയും സിനിമയും മാത്രമല്ലാതെ ആരോഗ്യത്തിനും ഫിസിക്കലി ഒന്നുകൂടി ഒരു അവയർനെസ്സിന് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ സംഘടന ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നല്ല രസം. നല്ല ഒരു അതുപോലെ പ്ലേയേഴ്സ് അല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നല്ല ഭയങ്കര അങ്ങോട്ടും സപ്പോർട്ടാണ്. ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ പ്ലേയേഴ്സിന്റെ കൂടെ, ഇത്രയും പ്ലേയേഴ്സിന്റെ കൂടെ ഒരു ഗേളൊക്കെ ഉള്ളൂ, പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഇല്ലേ, അതായത് മാറ്റി നിർത്താണ്ട് നിങ്ങളുടെ കൂടെ തന്നെ നിർത്തി സപ്പോർട്ട് ചെയ്ത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതെ. കാരണം നമ്മുടെ കൂടെയുള്ള മിമിക്രിയിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നമ്മുടെ കൂടെയുള്ള സ്ത്രീകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. ഇനി എന്താ ചേട്ടന്റെ പുതിയ പ്രോജക്ട്സ്? ഒരുപാട് പ്ലാനിങ് ആണ്. അപ്പൊ നമ്മൾ നടക്കുന്നതിന് മുമ്പ് പറയാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ ഒരുപാട് പ്രോജക്ട്സ് ആയിട്ട് വരട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കണം. സൂപ്പറായിട്ട് കളിക്കുക. താങ്ക് യു. ഇനിയുണ്ടൊരു കളി കൂടി. ജയിച്ച് ഒത്ത ഒത്ത്. എന്നാലും സാറില്ല. അതെ, പാർട്ടിസിപ്പേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. അതെ. താങ്ക് യു സോ മച്ച്. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിൽ എൻ്റെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത് ലോട്ട്സ് ഓഫ് പെൺപുലികൾ. ആൻഡ് ഇപ്പോൾ നമ്മളുള്ളത് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ക്രിക്കറ്റ് ലീഗ് നമ്മുടെ ഇവിടെ തമ്മിലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് കുറേ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഗേൾസ് ആർ ദ ഫോർ ദ ക്രിക്കറ്റ്. സോ നമുക്ക് അവരോട് ചോദിക്കാം അല്ലേ? ഓക്കെ. പറഞ്ഞില്ല. ഇത്രയും നേരം അത് തന്നെ. ഓക്കെ. കാരണം ഇവർ രണ്ടുപേരും ഫീൽഡ് ചെയ്യാനായിട്ട് കേറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞാലോ? ഞാൻ ഇവിടെ പക്ഷെ അത് നമ്മുടെ ഒരു ഊർജ്ജമാണല്ലോ. ഞാൻ കോട്ടയം ഫൈറ്റേഴ്സ്, നമ്മുടെ പ്രചോദേട്ടന്റെ നേതൃത്വത്തിലുള്ള കോട്ടയം ഫൈറ്റേഴ്സിന്റെ സൂപ്പർ ഗേൾ ആണ്. പെൺപുലിയാണ്. അതെ, പെൺപുലിയാണ്. സോ നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സുമി ഇസ് ജോയിനിങ് വിത്ത് us. പറഞ്ഞോളൂ, എങ്ങനെയുണ്ടായിരുന്നു? പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തോ ഇതിനു വേണ്ടിയിട്ട്? ഈ സമയം എങ്ങനെ കിട്ടിയേ അതും കൂടി പറയൂ. അത് നമ്മള് സമയം എന്തിനും കണ്ടെത്തിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ. ഇതിപ്പോ നമ്മുടെ ഈ ജോലിയാണ്, ഈ കോമഡി അങ്ങനെയുള്ള കാര്യങ്ങളും ഇതും വേണം. ഇപ്പൊ എന്റർടൈൻമെന്റിന്റെ കൂടുതലും ഹെൽത്തിന്റെ അതും അങ്ങനെയൊക്കെ എന്നെ കണ്ടാൽ തന്നെ അറിയാമല്ലോ. അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ സമയം കണ്ടെത്തി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടന്മാര് നമ്മളെ ഇപ്പം ലേഡീസ് ആണ് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് മാറ്റിയൊന്നും നിർത്തിയിട്ടില്ല. നമ്മളും ഇറങ്ങി കളം പിടിച്ചു. അതാ ഞാനും പേഴ്സണലി പ്രൗഡ്. എന്താണെന്നറിയോ, സാധാരണ ഒന്നില്ലെങ്കിൽ ആണുങ്ങളുടെ ക്രിക്കറ്റ് ലീഗ് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ മാത്രം. ഇത് ഇത്രയും ആണുങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കര പ്രൗഡായിട്ട്, ഞങ്ങളുടെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആസ് എ വുമൺ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. സോ വാട്ട് യു ഫീൽ? ഞാൻ ആലപ്പി ക്രിക്കറ്റ് നമ്മുടെ സാജു നവോദയ ചേട്ടന്റെ ടീമാണ്. ഞങ്ങള് ഒരു കളി ഇപ്പൊ ജയിച്ച് നിൽക്കുവാണ്. ഇനി ഒരു കളിയും കൂടെ ഉണ്ട്, അതും ഞങ്ങൾ തകർക്കും. അപ്പൊ അതിനകത്ത് ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് ചെറിയൊരു പരീക്ഷണങ്ങളൊക്കെ നടത്തിയായിരുന്നു. ഇച്ചിരി നേരം ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ളൂ. പക്ഷെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കരമായിട്ട് അടിപൊളി. ചെറുപ്പത്തിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നോ? അതായത് കീപ്പറാണ് ഞാൻ. ഏതെല്ലാം അയ്യത്ത് പോയിട്ടുണ്ട്. അതാണ് വലിയ ആളെന്ന് പറഞ്ഞിട്ടിരുന്ന ആള്. ഞാൻ ഇത് പിടിച്ചിട്ടുണ്ട് കീപ്പറായിട്ട്. എങ്ങനെയാണെന്നറിയോ, വെറുതെ ഒരു ബോൾ വന്നിട്ട് ഇങ്ങനെ പിടിച്ചതാ.
ഓക്കെ എനിവേ ഞാൻ ട്രിവാൻഡ്രം ടസ്കേഴ്സ് കുട്ടിയഗിലിന്റെ ടീമിലാണ്. ഞങ്ങളിപ്പോ ഒരു കളി ജയിച്ചു, ഇനി ഞങ്ങൾക്ക് ഒരു കളിയും കൂടി ഉണ്ട്, അത് ഞങ്ങൾ ജയിക്കും. നിങ്ങൾക്ക് എന്ത് ലൈക്ക് എക്സൈറ്റ്മെന്റ് ആണ് ഫീൽ ചെയ്തത്? ഇങ്ങനെ ഇപ്പൊ ഫീൽഡൊക്കെ ചെയ്തില്ലേ, ആണുങ്ങളുടെ കൂടെ അല്ലേ നിൽക്കുന്നത്, അപ്പം എന്തെങ്കിലും നമുക്ക് അങ്ങനത്തെ ഫീൽ ഒന്നുമില്ല, ആണ് പെണ്ണ് അങ്ങനത്തെ ഫീൽ ഒന്നുമില്ല. അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. കണ്ടത്തില് ക്രിക്കറ്റ് കളിക്കാൻ ഈ ടർഫിലൊക്കെ വന്നിട്ട് ഇതുപോലുള്ള യൂണിഫോമിറ്റിയിലൊക്കെ വന്ന് ചെയ്യുമ്പോ നമ്മളും ഒരു അവർക്ക് നല്ല സപ്പോർട്ടാണ്. ആദ്യം ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ആ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും പഠിക്കണ്ട, ധൈര്യമായിട്ട് ഇറങ്ങിക്കും. ആ ധൈര്യം ഞങ്ങൾ അവിടെ ആണുങ്ങള് ഗ്രൗണ്ടിലേക്ക് കയറുമ്പോ കിട്ടുന്നതിൽ കൂടുതൽ സപ്പോർട്ടാണ് നമ്മൾ പെൺപിള്ളേര് കയറുമ്പോ അവർ. സത്യം, അതായത് ഒന്നിലും മാറ്റി നിർത്താത്തതില് ഭയങ്കരമായിട്ട് അങ്ങനെ ആൺപെണ്ണ് വ്യത്യാസം. അതെ അതെ. എനിക്കും പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫീൽഡ് ചെയ്യുന്നത്, നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനുവേണ്ടി ചെയ്യുന്നുണ്ട് അല്ലെ, ബിഹൈൻഡ് ഈ ഒരു മിമിക്രി ഇതിന് പിന്നിൽ വേറെ കുറെ സർവീസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും പേഴ്സണൽ പ്രൗഡാണ് ഇവരെ കണ്ടപ്പോഴത്തേക്ക്. എനിക്ക് കുറെ പേരുടെ കൂട്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരാളേ ഉള്ളൂ. ഞാൻ ഇന്നലെ ലിസ്റ്റ് വന്നപ്പോൾ കുറെ പേരുടെ കൂട്ടത്തിൽ ഒരാളൊക്കെ ഉള്ളൂ. അപ്പോൾ സോ ഹാപ്പിയാണ്. അപ്പം നന്നായിട്ട് കളിക്കൂ. എന്തായാലും കുറെ പ്രോജക്ട്സ് ആയിട്ട് പുതിയ പ്രോജക്ട്സ് ചോദിച്ചില്ല. പുതിയ പ്രോജക്ട്സ് സീരിയൽ ചെയ്യുന്നുണ്ട്, പിന്നെ സിനിമയുടെ എൻക്വയറി വരുന്നുണ്ട്, ഒന്നും ഫിക്സ് ആയിട്ടില്ല, എൻക്വയറി വരുന്നുണ്ട്, പിന്നെ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സ് ഐറ്റം വേറെ കോമഡി ഷോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ എന്റെ മാനേജറെ വിളിച്ചാൽ മതി. ഓക്കെ, നിങ്ങളുടെ ഫ്ലവേഴ്സിൽ ഞാനും ഫ്ലവേഴ്സിൽ തന്നെയാണ്, പിന്നെ ഇപ്പൊ ഉപ്പുമുളക് ചെയ്തു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. നന്നായിട്ട് കളിക്കൂ. ഇനി കുറേ പ്രോജക്ട്സ് ആയിട്ട് ഞങ്ങളുടെ മുന്നിൽ വരട്ടെ. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും. താങ്ക്സ് എ ലോട്ട്. അതെ, ഇനി ഇങ്ങനെയുള്ള ഞങ്ങളുടെ ഈ പരിപാടിക്കൊക്കെ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളും ഉണ്ടാവും. വെരി മച്ച്. എന്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നമുക്കിനി കാണാം. ഓക്കെ, ശരി, ഓക്കെ, ബൈ. ഓക്കെ, ഒരു മിനിറ്റ്.